പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. അടുത്ത 4 ആഴ്ച ടോൾ പിരിക്കരുതെന്ന് കോടതി ഉത്തരവ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. അടിയന്തരമായി സർവീസ് റോഡുകളെങ്കിലും ഗതാഗത യോഗ്യമാക്കണമെന്ന് കോടതി. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാകില്ലെന്ന് കപ്പൽ കമ്പനി. 9,531 കോടി രൂപയാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ നഷ്ടപരിഹാരം നൽകാനാകില്ലെന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ നിലപാട്. MSC എൽസ അപകടത്തിൽപ്പെട്ടത് കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ലെന്നും കമ്പനി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കാണാതായത് സൈനികർ ഉൾപ്പെടെ 100-ലധികം പേരെയാണ്. 150-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കടാവർ നായകളെ എത്തിക്കും. കനത്ത മഴ തുടരുന്നത് രക്ഷാദൗത്യം ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് കുറയില്ല. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താനാണ് പണനയ സമിതി യോഗത്തിലെ തീരുമാനം. പണപ്പെരുപ്പം, GDP വളർച്ച അടക്കം നിരവധി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അമേരിക്ക ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ അടക്കമുള്ള ഘടകങ്ങൾ പരിഗണിച്ചാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക 25% പുറമെ അധിക തീരുവ പ്രഖ്യാപിച്ചേക്കും. 24 മണിക്കൂറുകളിൽ അധിക തീരുവ ചുമത്തുമെന്ന് CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കറും അജിത് ഡോവലും റഷ്യ സന്ദർശിച്ചേക്കും. റഷ്യയുമായി അമേരിക്ക നടത്തുന്ന യുറേനിയം, രാസവളം എന്നിവയുടെ വ്യാപാരത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അക്കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക അധിക തീരുവ, പിഴ തുടങ്ങിയ ഭീഷണികൾ ഉയർത്തുന്നതിനിടെ റഷ്യയുമായുള്ള US വ്യാപാരത്തെക്കുറിച്ച് ഇന്ത്യ വാദമുന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്.